സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരൊറ്റ മുഖമേയുള്ളൂ. അത് കവിയൂർ പൊന്നമ്മയുടേതാണ്. മലയാള സിനിമയിലെ താരങ്ങളുടെ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന നടി. തന്റെ 20-ാം വയസ്സിൽ തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ മുതിർന്ന അഭിനേതാക്കളായ സത്യന്റെയും മധുവിന്റെയും അമ്മയായി അഭിനയിച്ച കവിയൂർ പൊന്നമ്മ പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ കരിയറിൽ മിക്ക നടീനടന്മാരുടെയും അമ്മയായി അഭിനയിച്ചു. 5-ാം വയസ്സ് മുതൽ പാട്ടു പഠിക്കാൻ തുടങ്ങി. 11 വയസ്സുള്ളപ്പോൾ കവിയൂരിൽ വെച്ച് ആലാപന അരങ്ങേറ്റം നടത്തി. അവിടെ കവിയൂർ പൊന്നമ്മ എന്ന സ്റ്റേജ് നാമത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തി. 14-ാം വയസ്സിൽ തോപ്പിൽ ഭാസിയുടെ മൂലധനം എന്ന സ്റ്റേജ് നാടകത്തിൽ നായികാവേഷം ചെയ്തു. പിന്നീട് കാളിദാസ കലാകേന്ദ്രം അടക്കം വിഖ്യാത നാടക ട്രൂപ്പുകളിൽ പ്രവർത്തിച്ചു. 1962-ൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തി. കുടുംബിനി എന്ന ചിത്രത്തിൽ ചെറുപ്രായത്തിൽ തന്നെ നടി ഷീലയുടെ അമ്മയായി അഭിനയിച്ചു. 700-ലധികം സിനിമകൾ അഭിനയിച്ച കവിയൂർ പൊന്നമ്മ 4 തവണ സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. 1971 മുതൽ 73 വരെ തുടർച്ചയായി പുരസ്കാരങ്ങൾ വാങ്ങി. 2022-ൽ ഇറങ്ങിയ ആണും പെണ്ണുമാണ് അവസാന ചിത്രം. നടൻ സത്യന്റെ അമ്മയായി തന്റെ 20-ാം വയസ്സിൽ വേഷമിടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 40 ആയിരുന്നു. ഞാൻ സൽപ്പേര് രാമൻകുട്ടിയിൽ രാമൻകുട്ടിയുടെ അമ്മയായും, വിസ്മയത്തുമ്പത്തിൽ ശ്രീകുമാറിന്റെ അമ്മയായും, റൺവേയിൽ ഉണ്ണിയുടെ അമ്മയായും, നാട്ടുരാജാവിൽ ചാർലിയുടെ അമ്മയായും, 2020-ൽ ഭാരതി അമ്മയായും, ഇൻ ഹരിഹർ നഗറിൽ ആൻഡ്രൂസിന്റെ അമ്മയായും, ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ ജോസഫ് വടക്കന്റെ അമ്മയായും, മിസ്റ്റർ മരുമകനിൽ ഭവാനി അമ്മയായും, ബാബ കല്യാണിയിൽ മീനാക്ഷി അമ്മയായും, പിന്നീട് അങ്ങോട്ട് ആടിത്തീർത്തത് എണ്ണമില്ലാത്തത്ര അമ്മ വേഷങ്ങളായിരുന്നു. വാത്സല്യത്തിന്റെ പ്രതീകമായ ആ അമ്മ മുഖം കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളാണ് അനുശോചനം അറിയിച്ച് എത്തുന്നത്. മലയാള സിനിമയുടെ അമ്മയ്ക്ക് വിട.